ഗായ്സ് നമ്മുടെ ഫ്രാങ്ക്ലിൻ അങ്ങനെ എന്തോ ആയിപ്പോയിട്ടെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഗൈസ് ഇതാരാ ഹൾക്ക് പോലുണ്ട് ഗൈസ്. നമ്മൾ ഹൾക്കായി ഫ്രാങ്ക്ലിൻ എന്താ പറ്റി നമുക്ക് ഹൾക്കായി മച്ചമാരെ ഹൾക്കായി ഗൈസ് നമ്മൾ ഹൾക്കാരുണ്ട്. നമ്മൾ ഹൾക്കാരുണ്ട്. നമുക്ക് ഈ ഡിഫൻഡറൊക്കെ അങ്ങനെ പൊട്ടിച്ചളയാം. നമ്മൾ ഹൾക്കിൻ്റെ പവർ കാണിച്ചെടുക്കണം നമുക്ക്. പക്ഷേ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തുടർന്നുള്ള ബെല്ലൈക്കൻ അമർത്തിയാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് വേഗം ചെയ്യാം. പക്ഷേ പക്ഷേ ഹൾക്കിന് കുറച്ച് മുടി കുറവാണ് തോന്നുന്നുണ്ട്. മുടി ഒരു ഫ്രാങ്ക്ലിനെ പോലെയാണ് വെച്ചാൽ ഗൈസ് ഉള്ളത്. കുറച്ച് ദിവസം ഹൾക്കിനൊപ്പം കളിച്ചിട്ടെല്ലാം മുടിയൊക്കെ സെറ്റാക്കി ഇടണം. അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നുണ്ട്. നമുക്ക് സിമിയോണൊന്ന് വിളിച്ച് നോക്കാം. സിമിയോൺ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാറ് മോഷിച്ചാൽ നമ്മൾ വണ്ടി കൊടുത്തിട്ടില്ലായിരുന്നോ? നമ്മൾ 2 വണ്ടി കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ 2 വണ്ടി വേണം. നമ്മൾ നല്ലൊരു പൈസ എമൗണ്ട് മേടിച്ചിട്ടുണ്ട് സിമോൻ്റെ നിന്ന്. അപ്പോൾ സിമോൻ അതിനെ കൂടി മേടിച്ചാണ് അങ്ങനെ തന്നത്. സിമോൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ബാക്കൊരു വണ്ടി ഇട്ടിട്ടുണ്ടെന്ന്. ഹൾക്കിൻ്റെ വണ്ടിയായിരുന്നു ഗൈസ്. വിഷയം വണ്ടി ഗൈസ്, പച്ച കളർ. ഹൾക്കിൻ്റെ കളർ കുറച്ചും കൂടി പച്ചയാണ് മച്ചാനെ കിട്ടിയിട്ടുള്ളത്. ഒരു മറ്റേ നമുക്ക് ഹൾക്കിന് പറ്റിയ വണ്ടി തന്നെ. പക്ഷെ ഹൾക്കിൻ്റെ മൊട്ടത്തല മാത്രം കാണുന്നുണ്ട് ഗൈസ്. അതൊന്നും വിഷയമില്ല. നമുക്ക് നേരെ എടുത്തിട്ടൊന്ന് മെസ്സ് കാണിക്കാൻ പുറത്തിറക്കാം. നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടോ വെച്ചാൽ നമുക്കിതാ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ കൊണ്ട് വേണം കളിക്കാൻ വെച്ചാൽ. അപ്പം നൈസായിട്ട് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മളിനി ഇതൊക്കെ അടിച്ച് പോകുമ്പോൾ എല്ലായിടത്തും ഷോളസിനെല്ലാം പോകാൻ വെച്ചാൽ ഓനെ മോൺസ്റ്ററൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ സാധനം തന്നെ ഗൈസ്. എല്ലാവരും നോക്കുന്നുണ്ട് തോന്നുന്നത്. മോൺസ്റ്റർ പറഞ്ഞാൽ നോക്കുമ്പോൾ വെച്ചാൽ വണ്ടി കിട്ടിലും പറഞ്ഞാൽ കിട്ടിലും. ഇപ്പം ഈടെ തന്നെ ഏറ്റവും വലിയ വണ്ടി നമ്മളെ തന്നെ ആയിരിക്കും. ട്രക്കിനെ വരെ നമുക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടോ. അത്രയും കിട്ടിലും പറഞ്ഞാൽ കിട്ടിലാവസ്ഥ വണ്ടിയാണ് കിട്ടിയത്. ബുഗാട്ടിലെ കണ്ണിനട്ടി പോയി ഇതാറ പോകുന്നത്. കേട്ടിവനെ പിന്നെ നമ്മൾ ഇടിക്കാഴ്ചാന്ന്. പക്ഷെ നമുക്ക് നന്മപരമായതുകൊണ്ട് നമ്മൾ ഇടിക്കുന്നില്ല. നമ്മൾ അടിയൊക്കെ നിർത്തി നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൾക്കായി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് അടുത്ത വീട്ടിൽ സൂപ്പർമാനോ സ്പൈഡർമാനോ ആ സോംബിയോ ഗോസ്റ്റ് റൈഡറോ എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാം. അടുത്ത അപ്പം നമ്മൾ വരും. പക്ഷേ നമുക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ മെസ്സടിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ ഇടിക്കാണ്ടാണ് പോകുന്നത്. നമുക്കൊന്ന് സ്പീഡിൽ പോയാലോ? നമുക്കൊന്ന് സ്പീഡിൽ പോയാൽ നമ്മൾ പെട്ടെന്ന് നല്ല സ്പീഡ് പോകാം. നമ്മുടെ വീട്ടിലേക്ക് നല്ല ഫുൾ സ്പീഡ് എടുത്ത് പോകുന്നത്. നല്ല സ്പീഡ് പോകുന്നത് വെച്ചാൽ നല്ല സ്പീഡ് ഹൾക്കാൻ സ്പീഡ് ഫ്രാങ്ക്ലിൻ സോറി ഹൾക്ക് ഗൈസ്. ഫുൾ സ്പീഡ് ഡിഫറെൻ്റ് വണ്ടിക്കുണ്ട്. നമ്മൾ അയ്യോ ഇല്ലില്ല ബ്രേക്ക് കിട്ടിയോ സാറേ. വലിയ ടയറും ഉണ്ട്, ഓനും ഉണ്ട്. ബാബാ നമുക്ക് നേരെ വണ്ടിക്കിടാം. നമ്മുടെ നമ്മൾ ഫ്രാങ്ക്ലിൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആയിട്ടാണ് നമ്മൾ ഹൾക്കായത്. നമുക്ക് അതുകൊണ്ട് കുറച്ച് സീനുണ്ട്. ഫ്രാങ്ക്ലിനാണ് 2 സോളാണ് ഒറ്റ ശരീരത്തിൽ. ഫ്രാങ്ക്ലിൻ്റെ ശരീരത്തിൽ 2 ആത്മാവ് കയറിയ പോലെ ഇപ്പോൾ ഹൾക്കുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിടാം. ഇവിടെ നമ്മുടെ ഹൾക്കിനോട് അവിടെ ആരുമില്ല. നമുക്ക് വണ്ടി ഇങ്ങോട്ട് നിർത്തിയിടാം. നമുക്ക് നേരെ ഒന്ന് ജിമ്മൊക്കെ ആക്കാം. കുറച്ച് ഇതിനേക്കാൾ മസിൽ വേണം. അപ്പോൾ അത്ര മസിലില്ല. ഫ്രാങ്ക്ലിനും മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജിമ്മിൻ്റെ ഓണറാണ് ഗൈസ്. നമുക്ക് കുറച്ചും കൂടി ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ജിമ്മാക്കാം. നല്ല ശക്തിയിലായിട്ട് സൂപ്പർമാൻ സ്പൈഡർമാനെ പിടിച്ചടിക്കാനോ അത്ര ശക്തിയിലായിട്ട് ഓൾറെഡി ശക്തി ഉണ്ട്. നമുക്ക് എന്നാലും വെറുതെ ഒന്ന് വർക്കൗട്ട് ചെയ്തേക്കാം. നമ്മുടെ ജിം എത്ര ഉണ്ട് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തെ ശേഷമാണ് കയറുന്നത്. നമ്മൾ 2 ഡബിൾ പഠിച്ചിട്ട് ഓക്കെ. ഇതെന്ത് ബഗ് ഗൈസ്? വാട്ട് ഹെൽ? ഇതെന്ത് ബഗ്? നമ്മൾ വീടിൻ്റെ മേൽക്കൂരിൽ കയറിയോ? അത് നമ്മൾ ബഗ്ഗായിട്ട് നമ്മൾ അതിൻ്റെ മേലെ കയറി സ്ഥലം തരാം. അപ്പം നമുക്ക് എന്തായാലും നമ്മൾ ഹൾക്ക് കടന്നിറങ്ങാൻ പോകണം. ആൾക്ക് നല്ല ക്ഷീണം വെച്ചാൽ അപ്പം നമുക്ക് ഹൾക്ക് കടന്നിറങ്ങാം. നമ്മൾ കടന്നിറങ്ങിയിട്ടുണ്ട്. നമുക്കില്ലേ ആൾക്ക് എവിടെയോ വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ സ്പൈഡർമാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതായിരുന്നു വണ്ടി. ഇത് ഹൾക്കിൻ്റെ വീടല്ലേ? ഇത് ഫ്രാങ്ക്ലിൻ്റെ വീടല്ലേ? ഇങ്ങനെ ഹൾക്കിൻ്റെ വണ്ടി ഇവിടെ എത്തുന്നത്? ഹൾക്കിൻ്റെ വണ്ടി ഇതും അല്ലല്ലോ ഗൈസ്. ഇത് വേറെ ഏതൊരു വണ്ടിയല്ലേ? നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം. ഹൾക്കിന് നമുക്ക് ഇട്ട് പണി കൊടുത്താലോ. എണിക്കുമ്പോൾ വണ്ടി ഉണ്ടാവില്ല. നമുക്ക് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാവുക ചില ഓടിക്കോ എടിക്കുന്ന മുതലേ വേഗം ഓടിക്കോ ചില വേഗം പോവാ. ആൾക്കാരെ പിടിച്ച് ചമ്മന്തിയൊക്കെ തോന്നാ സാറേ.
അല്ലെങ്കിൽ തന്നെ പവറാണ്. അല്ല പക്ഷേ ഇത് ഫ്രാങ്കിൻ്റെ വീടല്ലേ, പിന്നെ എങ്ങനെ ഹൾക്ക് അവിടെ എത്തിയേ? എന്തായാലും നമുക്കെന്താ, നമുക്ക് വണ്ടിയും പൊട്ടിച്ചിട്ട് ഇപ്പോൾ പ്രതികാരം വീട്ടിൽ വന്ന്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം എന്തിനാ വണ്ടി പൊട്ടിച്ചേ? ഓ ഗൈസ്, അന്നൊരു എൻ്റെ വണ്ടി ഇപ്പം പൊട്ടിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മൾ നേരെ പോകുന്നുണ്ട്. നമുക്കെന്തായാലും ഏറ്റവും വലിയ ബിൽഡിങ്ങിൽ തന്നെ പോവുക. അപ്പോൾ അവന് അപ്പുറത്ത് കാണാൻ പറ്റില്ല. അപ്പം നമ്മളത്ര വരുമോ ആൾക്കൊക്കെ ഏത്? അപ്പം നമുക്ക് ഇവിടെ അടുത്തൊരു വീട്